Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. കാലവർഷം വരാനിരിക്കുന്നതേയുള്ളൂ. ഇപ്പോൾ നടക്കുന്നത് ട്രയൽ റൺ മാത്രം. ഒരൊറ്റ മഴയത്ത് അങ്കമാലി നഗരത്തിലെ വെള്ളക്കെട്ട് ഇങ്ങനെയെങ്കിൽ കാലവർഷം ശക്തിപ്പെട്ടാൽ സ്ഥിതി എന്താകും എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ നിർത്തിയില്ല. ആ ഫലകയൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും വന്നിട്ട് വന്ന് നോക്കി, എല്ലാ വാർഡിലെ മെമ്പർമാരും വന്ന് നോക്കി. എന്താ കാര്യം? ഒരു കാര്യം ഉണ്ടായില്ല. നോക്കിക്കൊണ്ട് ഇങ്ങനെ പോയതല്ലാണ്ട്. കഴിഞ്ഞ ദിവസം ഭയങ്കര വെള്ളക്കെട്ടും വാഹനങ്ങൾ പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. മാർക്കറ്റ് റോഡിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ അതിന് സ്ഥിരം പതിവാണ് മഴ പെയ്യുമ്പോൾ അതിന് അങ്കമാലി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ ഒന്നടങ്കം ശക്തമായ നടപടിയെടുക്കണം. ബുധനാഴ്ച വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ അങ്കമാലി നഗരത്തിൽ പ്രളയത്തിന് സമാനമായ സ്ഥിതിവിശേഷമുണ്ടായി. ഓൾഡ് മാർക്കറ്റ് റോഡ്, KSRTC പരിസരം, ഫെഡറൽ ബാങ്ക് ജംഗ്ഷൻ തുടങ്ങിയവയാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട വെള്ളക്കെട്ട് കേന്ദ്രങ്ങൾ. ഏതാനും നാളുകൾക്ക് മുൻപ് ഉണ്ടായ പേമാരിയിൽ ഫെഡറൽ ബാങ്ക് ജംഗ്ഷനിൽ വാഹനങ്ങൾ ഒഴുകി നടന്ന കാഴ്ച ആരും മറന്നിട്ടുണ്ടാകില്ല. കാലവർഷക്കാലത്ത് മാത്രമല്ല, ശക്തിയായ വേനൽ മഴയിലും ഈ ഭാഗങ്ങൾ സമുദ്ര തുല്യമാകും. കടകളിലും മറ്റു സ്ഥാപനങ്ങളിലുമെല്ലാം വെള്ളം കയറും. റോഡുകളിൽ ഗതാഗത സ്തംഭനവുമുണ്ടാകും. വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നാശനഷ്ടവും ഉണ്ടാകാറുണ്ട്. വെള്ളം ഇറങ്ങിപ്പോയാൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ദുരിതബാധിത മേഖലകളിൽ ഒരു സന്ദർശനം നടത്തും. ചെയർമാനും കൗൺസിലർമാരും പ്രതിപക്ഷവും ഉദ്യോഗസ്ഥരുമെല്ലാം സംഘത്തിലുണ്ടാകും. കാനകൾ നവീകരിക്കും, അനധികൃത നിർമ്മാണവും കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കും, നീരൊഴുക്ക് സുഗമമാക്കും തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങളും നടത്തും. പരിശോധനാ സംഘം ചായ കുടിച്ചു പിരിഞ്ഞാൽ പിന്നെ യാതൊരു തുടർ നടപടികളും ഉണ്ടാകാറില്ല. അടുത്ത മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് പഴയപടി തുടരുകയും ചെയ്യും. അവര് വന്ന് നോക്കിക്കൊണ്ട് പോയതല്ലാണ്ട് വേറെ ഒന്നും ചെയ്തിട്ടുമില്ല ഈ വാർഡിലേക്ക് വേണ്ടി. വെള്ളം തിങ്ങുമ്പോൾ വെള്ളം മുഴുക്കനും ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ട് ഈ സിറ്റ് ഔട്ട് മുതൽ കയറും. കലങ്കൊക്കെ അവര് പൊളിച്ചു കളഞ്ഞാണ് ഈ കടക്കാര്. ആ കടക്കാരത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ ഈ സ്ലാബ് വറുത്തിട്ടു. എന്നിട്ട് അത് അടച്ചു വെച്ചു. അവസാനം വെള്ളം മുഴുവനും ഇങ്ങോട്ട് കയറാൻ തുടങ്ങി. ഞങ്ങൾ എത്ര പ്രാവശ്യം ചെന്ന് കടയിൽ പറഞ്ഞു അറിയാമോ, നിങ്ങളത് പൊളിച്ചു മാറ്റ്. അവിടെ നിന്ന് മണ്ണ് മാറ്റണമെങ്കിൽ ഈ ആള് ഇത് വാർത്തിടാൻ കാലത്തിൽ ചുമര് കുത്തി പൊളിച്ചാണ് ഇവർ ഇത് സ്ലാബ് ഇട്ടേണ്ടത്. വെള്ളം മുഴുക്കനും ഇങ്ങോട്ടും കയറും, അങ്ങോട്ട് റോട്ടിൽ കൂടെയും ചിലപ്പോൾ ഒഴുകും. പറഞ്ഞിട്ട് വെള്ളം മുഴുക്കനും തല്ലി ഇങ്ങോട്ട് വന്നു. പ്രശ്ന പരിഹാരത്തിന് ശാസ്ത്രീയവും ശാശ്വതവുമായ സംവിധാനം ഉണ്ടാകണമെന്ന ആവശ്യമാണ് പൊതുജനങ്ങളും വ്യാപാരികളും ഉന്നയിക്കുന്നത്. മാർക്കറ്റ് റോഡിൽ വർഷങ്ങളായിട്ട് വെള്ളക്കെട്ടും മാറുന്നില്ല. കടകളിലൊക്കെ വെള്ളം കയറുന്നു. ഇത് സ്ഥിരം പതിവായിരിക്കുകയാണ്. കാനകൾ പൊളിച്ച് വൃത്തിയാക്കുന്നില്ല. കാനകളിലൊക്കെ വേസ്റ്റുകൾ കിടക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഈ ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. ഈ സീമാസിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒത്തിരി ആൾക്കാർ വീഴും, തലവെട്ടുകയും ഹോസ്പിറ്റലിലൊക്കെ എത്തിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് റീത്താപ്പോളും ഇവരൊക്കെ വന്ന് ഇവിടെ സ്ലാബ് വീണ്ടും ഇടിക്കാന്ന് പറഞ്ഞിട്ട് സ്ലാബ് ഇടിച്ചിട്ടില്ല. പ്രതികരണ വേദി ശക്തമായി പ്രതികരിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥികൾ പോകുമ്പോൾ കാനയിൽ നിറച്ചും വെള്ളം നിറഞ്ഞിടക്കണ കാരണം കാന ഏതാ തോടേതാ ഇതേതാന്ന് അറിയില്ല, റോഡ് ഏതാന്ന് അറിയില്ല ആളുകൾക്ക്. അതേപോലത്തെ വെള്ളക്കെട്ടാണ് ഇവിടെ സംഭവിക്കുന്നത്. കാന നിറഞ്ഞ് കവിഞ്ഞു പോവുകയാണ്. കടകളിലൊക്കെ വെള്ളം കയറുകയാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇവിടെ വെള്ളം നന്നായി പൊങ്ങുക, കാന നിറച്ച് കവിഞ്ഞു ഒഴുകി പുറത്തേക്ക് വരാം. അതുപോലെ ഇവിടെ വണ്ടിയിൽ പോകുമ്പോൾ ഭയങ്കര സ്പീഡായിട്ട് വെള്ളം കടയിലേക്ക് കയറാം. പിന്നെ നമുക്ക് നടക്കാൻ പറ്റില്ല. അതുപോലെ വെള്ളം ചെളിയും കൂടി അടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കംപ്ലീറ്റ് ചെളിയാണ്. ഒരു രക്ഷയില്ല നമുക്ക്. അങ്കമാലി KSRTC സ്റ്റാൻഡിന്റെ പ്രവേശന ഭാഗത്തും സ്ഥിതി ഗുരുതരമാണ്. ടൈലുകൾ അടർന്നും താഴ്ന്നും വലിയ ഗർത്തമാണ് ഈ ഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. സ്റ്റാൻഡിലേക്ക് കയറുന്ന ബസ്സുകൾ കുഴികളിൽ ചാടി ആടിയുലയുന്ന ദൃശ്യം ഭീതി ജനിപ്പിക്കും. പ്രശ്നബാധിത മേഖലകളിലെ പതിവ് സന്ദർശനം കൊണ്ട് വെള്ളക്കെട്ട് പരിഹരിക്കപ്പെടില്ല. വർഷം തോറും ലക്ഷങ്ങൾ മുടക്കി നടത്തുന്ന തട്ടിക്കൂട്ട് സംവിധാനങ്ങളും പാഴ്ചിലവാകുകയാണ്. കാനകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണം. കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് കാനകളിലേക്കുള്ള മാലിന്യം തള്ളൽ കർശനമായും തടയണം. നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്ന അനധികൃത നിർമ്മിതികൾ കണ്ടെത്തി നീക്കം ചെയ്യണം. അതിന് പ്രഖ്യാപനങ്ങളല്ല, പ്രവൃത്തിയാണ് വേണ്ടത് എന്നാണ് ജനം അഭിപ്രായപ്പെടുന്നത്. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്
വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.